മലപ്പുറം ജില്ലയിലെ എടക്കരയിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിമയ്ക്ക് മുന്നിൽ ബി.ജെ.പി. പ്രവർത്തകർ റീത്ത് സമർപ്പിച്ച സംഭവം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റായി മാറുകയാണ്. രാഷ്ട്രപിതാവിനെ അപമാനിച്ചുവെന്ന് ആരോപിച്ച് കോൺഗ്രസും ഡിവൈഎഫ്ഐയും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. വ്യാഴാഴ്ച വൈകുന്നേരം 6 മണിയോടെ ബി.ജെ.പി. പാലക്കാട് മേഖല വൈസ് പ്രസിഡന്റ് ടി.കെ. അശോക് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് എടക്കരയിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ റീത്ത് വെച്ചത്. ഈ പ്രവൃത്തി അറിഞ്ഞ ഉടൻ തന്നെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകർക്കിടയിലും പൊതുസമൂഹത്തിലും വലിയ പ്രതിഷേധങ്ങൾ അലയടിച്ചു. ഇത് കേവലം ഒരു പ്രാദേശിക സംഭവമായി ഒതുങ്ങുന്നില്ല. ഗാന്ധിജിയുടെ ഓർമ്മകളെയും അദ്ദേഹത്തിന്റെ ആശയങ്ങളെയും രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. പൊതുവെ മരണാനന്തര ചടങ്ങുകളിലും രക്തസാക്ഷിത്വ ദിനങ്ങളിലുമാണ് റീത്ത് അർപ്പിക്കാറുള്ളത്. ഒരു വ്യക്തിയുടെ മരണത്തിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നതിനുള്ള ഒരു പ്രതീകമായിട്ടാണ് റീത്ത് പരിഗണിക്കപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ രാഷ്ട്രപിതാവെന്ന നിലയിൽ ഇന്ത്യയുടെ മനസാക്ഷിയുടെ പ്രതീകമായ മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ റീത്ത് വെച്ചത് അദ്ദേഹത്തെ ഒരു രക്തസാക്ഷിയായി വീണ്ടും ഓർമ്മിപ്പിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ ഈ പ്രവൃത്തിക്ക് പിന്നിൽ ഗാന്ധിജിയോടുള്ള ആദരവല്ല, മറിച്ച് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു. ഗാന്ധിജിയുടെ മഹത്തായ സ്മരണകളെ അപകീർത്തിപ്പെടുത്താനും അദ്ദേഹത്തിന്റെ ഓർമ്മകളെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്യാനുമുള്ള മനഃപൂർവ്വമായ ശ്രമങ്ങളാണിതെന്ന് കോൺഗ്രസ് നേതാക്കൾ ശക്തമായി വിമർശിച്ചു. അതേസമയം തങ്ങളുടെ പ്രവൃത്തിക്ക് ബി.ജെ.പി. പ്രവർത്തകർ നൽകിയത് വിചിത്രമായ ഒരു വിശദീകരണമാണ്. തങ്ങൾ പുഷ്പചക്രം സമർപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്നും റീത്ത് എന്ന വാക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതാണെന്നുമാണ് ബി.ജെ.പി. പാലക്കാട് മേഖല വൈസ് പ്രസിഡന്റ് ടി.കെ. അശോക് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഗാന്ധിജിയുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കുക മാത്രമായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്നും ഇതിന് പിന്നിൽ മറ്റ് യാതൊരു രാഷ്ട്രീയ ഉദ്ദേശങ്ങളുമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ ഈ വാദം പ്രതിഷേധകരെ ഒട്ടും തൃപ്തിപ്പെടുത്തിയില്ല. ഇത് ഒരു മനഃപൂർവ്വമായ പ്രകോപനമാണെന്നും ഗാന്ധിജിക്ക് പുഷ്പചക്രം സമർപ്പിക്കുന്നതിന് പകരം റീത്ത് ഉപയോഗിച്ചത് അദ്ദേഹത്തെ അപമാനിക്കാനുള്ള ശ്രമമാണെന്നും കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. ഗാന്ധിജിയുടെ ആശയങ്ങളെയും അദ്ദേഹത്തിന്റെ ജീവിതത്തെയും തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അദ്ദേഹത്തിന്റെ പ്രതിമയിൽ റീത്ത് വയ്ക്കുന്നത് ഇരട്ടത്താപ്പാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് എടക്കര കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ.സി. ഷാഹുൽ ഹമീദ് എടക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. രാഷ്ട്രപിതാവിനെ അപമാനിക്കുകയും അദ്ദേഹത്തിന്റെ ഓർമ്മകളെ വ്രണപ്പെടുത്തുകയും ചെയ്തവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് പരാതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഈ സംഭവത്തിന് പിന്നിലെ രാഷ്ട്രീയ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കാതിരിക്കാൻ ശക്തമായ നടപടികൾ ഉണ്ടാകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിനും സമാധാനം തകർക്കുന്നതിനും വേണ്ടിയുള്ള ശ്രമങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു. കോൺഗ്രസിന്റെ പ്രതിഷേധത്തിന് പുറമെ ഡിവൈഎഫ്ഐയും സംഭവത്തിൽ ശക്തമായി പ്രതികരിച്ചു. ബി.ജെ.പി. പ്രവർത്തകർ ഗാന്ധി പ്രതിമയിൽ റീത്ത് വെച്ച് പോയതിന് പിന്നാലെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ അവിടെയെത്തി പ്രതിമ വൃത്തിയാക്കുകയും ഗാന്ധിജിയുടെ ഓർമ്മകൾക്ക് ആദരവായി പുഷ്പങ്ങൾ അർപ്പിക്കുകയും ചെയ്തു. ഗാന്ധിജിയുടെ മഹത്തായ ആശയങ്ങൾ സംരക്ഷിക്കാനുള്ള തങ്ങളുടെ പ്രതിജ്ഞാബദ്ധതയാണ് ഈ പ്രവൃത്തിയിലൂടെ ഡിവൈഎഫ്ഐ പ്രകടിപ്പിച്ചത്. വർഗീയ ശക്തികൾ ഗാന്ധിജിയുടെ സ്മരണകളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ യുവതലമുറ ഗാന്ധിജിയുടെ ആശയങ്ങളെ നെഞ്ചേറ്റുമെന്ന് ഡിവൈഎഫ്ഐ നേതാക്കൾ പറഞ്ഞു. ഡിവൈഎഫ്ഐയുടെ ഈ പ്രവൃത്തിക്ക് പൊതുസമൂഹത്തിൽ നിന്ന് വലിയ പിന്തുണ ലഭിച്ചു. സോഷ്യൽ മീഡിയയിലും ഈ സംഭവം വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഗാന്ധിജിക്ക് റീത്ത് വെച്ചത് ആദരവാണോ അതോ അപമാനമാണോ എന്നതിനെക്കുറിച്ച് തീവ്രമായ വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണെന്നും ഇതിലൂടെ ഇന്ത്യയുടെ മതേതരത്വത്തെ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും ഒരു വിഭാഗം ആളുകൾ അഭിപ്രായപ്പെട്ടു. അതേസമയം ഇത് കേവലം ഒരു ചെറിയ സംഭവമാണെന്നും ഇതിനെ രാഷ്ട്രീയവൽക്കരിച്ച് വലിയൊരു വിഷയമാക്കി മാറ്റുന്നത് ശരിയല്ലെന്നും ബി.ജെ.പി. അനുഭാവികൾ വാദിക്കുന്നു. ഗാന്ധിജിയുടെ ആശയങ്ങളും അദ്ദേഹത്തിന്റെ ജീവിതവും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ നിർണായകമാണ്. സത്യത്തിലും അഹിംസയിലും അടിയുറച്ച് അദ്ദേഹത്തിന്റെ പോരാട്ടമാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തത്. എന്നാൽ സ്വാതന്ത്ര്യാനന്തരം ഗാന്ധിജിയുടെ ആശയങ്ങൾ ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഗാന്ധിജിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ മഹത്തായ ആശയങ്ങളെ ദുർബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എടക്കരയിൽ നടന്ന സംഭവം ഇതിന് ഏറ്റവും പുതിയ ഉദാഹരണമാണ്. നിലവിൽ എടക്കരയിൽ രാഷ്ട്രീയ അന്തരീക്ഷം കലുഷിതമാണ്. ഈ വിഷയം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കാനുള്ള സാധ്യതയുമുണ്ട്. ഗാന്ധിജിയുടെ പ്രതിമയിൽ റീത്ത് വെച്ചതിലൂടെ ബി.ജെ.പി. പ്രവർത്തകർ ഒരു രാഷ്ട്രീയ നീക്കമാണ് നടത്തിയതെങ്കിലും അത് അവർക്ക് ഗുണത്തേക്കാൾ ദോഷം ചെയ്യാനാണ് സാധ്യത. ഗാന്ധിജിയുടെ ഓർമ്മകൾക്ക് ആദരമർപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഈ സംഭവം പൊതുസമൂഹത്തിന് മുന്നിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. ഇത്തരം സംഭവങ്ങൾ ജനങ്ങൾക്കിടയിൽ കൂടുതൽ ധ്രുവീകരണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ തന്നെ രാഷ്ട്രീയ നേതാക്കൾ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിക്കേണ്ടതുണ്ട്. ഗാന്ധിജിയുടെ സ്മരണകളെ സംരക്ഷിക്കേണ്ടതും അദ്ദേഹത്തിന്റെ ആശയങ്ങളെ വരും തലമുറകളിലേക്ക് കൈമാറേണ്ടതും ഓരോ പൗരന്റെയും കടമയാണ്.
രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി ഇത്തരം പ്രതീകങ്ങളെ ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ മതേതര സ്വഭാവത്തിന് ദോഷകരമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കർശനമായ നടപടികൾ ഉണ്ടാകണമെന്നാണ് പൊതുസമൂഹത്തിന്റെ ആവശ്യം.